മക്കളെ, എല്ലാവർക്കും സൈലത്തിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇനി ക്രിസ്മസ് എക്സാമിന് നമുക്ക് ബാക്കിയുള്ള പരീക്ഷ എന്ന് പറയുന്നത് മലയാളം സെക്കൻഡ് ആണ്. അപ്പോൾ അടിപൊളിയായിട്ട് മലയാളം സെക്കൻഡ് നമുക്ക് പഠിക്കണ്ടേടാ. മലയാളം ഫസ്റ്റ് എഴുതി, ബാക്കിയുള്ള വിഷയങ്ങളെല്ലാം നമ്മൾ അടിപൊളിയായിട്ട് എഴുതി. അപ്പോൾ ചിലതൊക്കെ നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് എഴുതാൻ പറ്റിയിട്ടുണ്ടാവില്ല, ചിലതൊക്കെ അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ടാവും. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഇനി നമുക്ക് വരാനുള്ളതിനെ കുറിച്ചാണ് നമുക്ക് ആലോചിക്കേണ്ടത്. അപ്പോൾ ഇനി ക്രിസ്മസ് എക്സാമിന് ബാക്കിയുള്ളത് മലയാളം സെക്കൻഡ് ആണ്, അടിസ്ഥാന പാഠാവലിയാണ്. അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, മലയാളം സെക്കൻഡ് പഠിക്കണം. വളരെ കുറച്ച് പാഠഭാഗങ്ങൾ മാത്രമാണ് നമുക്കുള്ളത്. അപ്പൊ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഉപകാരപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ടീച്ചർ എന്നീ വീഡിയോയിൽ മക്കളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ പരീക്ഷകളിൽ പൊതുവെ മലയാളം പരീക്ഷകളിൽ നമ്മൾ ഒരുപാട് ചോദ്യ രൂപങ്ങൾ നമ്മൾ കാണാറുണ്ട് അല്ലെ. അപ്പൊ അതിൽ ഏറ്റവും സാധ്യതയുള്ള ഒരു ചോദ്യമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. എന്താണ്? കഥാപാത്ര നിരൂപണമാണ്. അപ്പൊ അത് 100% നമുക്ക് എന്താണ് ഷുവർ ആണ് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന അല്ലെ സാധ്യത ചോദ്യമാണ് ഇതെന്ന് പറയുന്നത്, കഥാപാത്ര നിരൂപണം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ കഥാപാത്ര നിരൂപണം പലപ്പോഴും നമുക്ക് എത്ര മാർക്കിന്, പലപ്പോഴും അല്ല, നമുക്ക് 7 മാർക്കിനാണ് നമുക്ക് ചോദിക്കുക. അതുപോലെ 3 മാർക്കിനും 5 മാർക്കിനും ഒക്കെ കഥാപാത്രങ്ങളുടെ സവിശേഷത നമ്മളോട് ചോദിക്കാം അല്ലെ. അപ്പൊ ചെറിയ ചെറിയ വലിയ പ്രാധാന്യമില്ലാത്ത കഥാപാത്രങ്ങളെയൊക്കെ എന്ത് ചെയ്യും, ചിലപ്പോൾ 3 മാർക്കിന് 1-2 സവിശേഷതകൾ എഴുതാനോ അല്ലെ 5 മാർക്കിന് എന്താണ് അതിന്റെ ഒരു ചെറിയൊരു അല്ലെ ഭാഗമൊക്കെ നമുക്ക് എഴുതാൻ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. എങ്കിലും നമുക്ക് പൊതുവെ എന്താണ് 7 മാർക്കിനാണ് നമ്മൾ കഥാപാത്ര നിരൂപണം ചോദിച്ചു കാണാറുള്ളത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഒരു കഥാപാത്ര നിരൂപണം നമുക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ടത് എന്നാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കഥാപാത്ര നിരൂപണങ്ങൾ 7 മാർക്കിന്റെ കഥാപാത്ര നിരൂപണമാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ. അപ്പൊ കഥാപാത്രത്തിന്റെ രൂപം അല്ലെ, കഥാപാത്രത്തിന്റെ വേഷം, കഥാപാത്രത്തിന്റെ സ്ഥാനം, അതായത് കഥയിലോ നോവൽ ഭാഗത്തോ ഏതാണോ നമുക്ക് അല്ലെ പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമുക്ക് എഴുതാൻ വേണ്ടി തന്നിരിക്കുന്ന കഥാപാത്രം, ആ കഥാപാത്രത്തിന് ആ ഒരു കൃതിയിലുള്ള സ്ഥാനത്തെ കുറിച്ച് എന്താണ്, അതിലുള്ള പ്രാധാന്യം എന്താണ്, നന്മയുള്ള കഥാപാത്രമാണോ അല്ലെങ്കിൽ തിന്മ നിറഞ്ഞ കഥാപാത്രമാണോ, എന്തൊക്കെയാണ് കഥാപാത്രത്തിന്റെ സവിശേഷതകള്, എത്രത്തോളം പ്രാധാന്യമുണ്ട് ആ കൃതിയിൽ ആ ഒരു കഥാപാത്രത്തിന് അല്ലെ, അതിന്റെ ജീവിത പശ്ചാത്തലം, മൂല്യങ്ങള് അല്ലെ, മറ്റുള്ളവരോടുള്ള ഇടപെടല്, സ്വാഭിപ്രായം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യണം നമ്മൾ കഥാപാത്ര നിരൂപണത്തിൽ എഴുതണം. കാരണം നമ്മളൊരു കഥാപാത്രത്തെ അല്ലെങ്കിൽ ഒരു കൃതി പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാണ്, അതിന്റെ കഥാപാത്രങ്ങളിലൂടെ നമ്മൾ അതിനെ പരിചയപ്പെടുകയാണ് അല്ലെ. അപ്പൊ ആ കഥാപാത്രത്തെ എത്രത്തോളം മനസ്സിലാക്കുന്നു എന്നനുസരിച്ചാണ് നമ്മൾ ആ കൃതി മനസ്സിലാക്കുന്നത്. അപ്പൊ ഒരു കഥാപാത്രത്തിന്റെ നന്മ തിന്മകളെ കുറിച്ചും ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെ നമ്മൾക്ക് എന്താണ് ആ കഥാപാത്രത്തെ കുറിച്ചുള്ള അഭിപ്രായം ഒക്കെ എന്തിൽ എഴുതണം, കഥാപാത്ര നിരൂപണത്തിൽ എഴുതണം. അപ്പൊ ഒന്നുകൂടെ നമുക്ക് നോക്കാം. കഥാപാത്രത്തിന് കഥയിലുള്ള എന്ന ടീച്ചർ പറഞ്ഞത് ഏതാണോ നമ്മളുടെ ഇപ്പൊ നോവൽ ഭാഗം തരാം അല്ലെ, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ തിരക്കഥാഭാഗത്ത് നിന്നുള്ള കഥാപാത്ര നിരൂപണം ചോദിക്കാം. അപ്പോൾ ഏതാണോ നമ്മളുടെ കഥാപാത്രം, അതിന് ഏത് കൃതിയാണോ ആ കൃതിയിലുള്ള സ്ഥാനം, അതേപോലെ കഥാപാത്രത്തിന്റെ വാക്കുകള് പ്രവൃത്തിയൊക്കെ വിശകലനം ചെയ്യുക, കഥാപാത്രത്തിന് മറ്റുള്ളവരോടുള്ള മനോഭാവം വ്യക്തമാക്കണം, കഥാപാത്രത്തിന്റെ കാഴ്ചപ്പാട്, കഥാപാത്രത്തിന്റെ നിലപാടുകൾ അല്ലെ, ഇതൊക്കെ നമ്മൾ വിലയിരുത്തിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ഒരു കഥാപാത്ര നിരൂപണം നമ്മൾ തയ്യാറാക്കേണ്ടത്. അപ്പൊ നമുക്ക് മലയാള സെക്കൻഡിൽ കഥാപാത്ര നിരൂപണം ചോദിക്കാൻ സാധ്യതയുള്ള കഥാപാത്രങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു ചോദ്യം ഏതാണ്? ദയ അല്ലെ. ദയ എന്ന് പറയുന്ന തിരക്കഥയിലുള്ള പ്രധാനപ്പെട്ട കഥാപാത്രമായ ദയ വളരെ എന്താണ് സാധ്യതയുള്ള ഒരു കഥാപാത്ര നിരൂപണമാണ്. മറ്റൊന്ന് തഥാഗത എന്നുള്ള പാഠഭാഗത്തിലുള്ള അമ്മ അല്ലെ, തഥാഗതയാവുന്ന അമ്മ ചിലപ്പോൾ എന്താണ് ഒരു കഥാപാത്ര നിരൂപണത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അതേപോലെ തന്നെ ആരും ചോദിക്കാം, അതിലുള്ള മകൾ അല്ലെ, മകളുടെ കഥാപാത്രം എന്താണ് നമ്മുടെ ചോദ്യമായിട്ട് വരാം. ഓക്കെ, അപ്പൊ നമുക്ക് ഏത് നോക്കാം ആദ്യം? ദയ എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ സവിശേഷതകളാണ് നമ്മൾ നോക്കുന്നത്. ദയ എന്ന് പറയുന്ന പെൺകുട്ടി എന്താണ്, വളരെ ബുദ്ധിമതിയായിട്ടുള്ള ഒരു കുട്ടിയാണ്, സമർത്ഥയാണ് അല്ലെ. ചതുരംഗം കളിച്ച് ജയിക്കാമായിരുന്നിട്ടും അവൾ എന്ത് ചെയ്യുന്നു, സമനിലയ്ക്ക് വേണ്ടിയിട്ട് രാജാവിനോട് മത്സരിക്കുകയാണ് അല്ലെ, രാജാവിനോട് കളിക്കുകയാണ്. അപ്പൊ ജയിക്കാമായിരുന്നു അല്ലെ, വലിയ ആളാന്നൊക്കെ കാണിക്കാമായിരുന്നു. പക്ഷേ രാജാവിന് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളിന്റെ അല്ലെ എന്താ പറയാ, നമ്മൾ പറയില്ലേ ഒരു എന്താ പറയാ സിറ്റുവേഷൻ അനുസരിച്ച് പെരുമാറാനോ ഒക്കെ ഉള്ള ഒരു വിവേക ബുദ്ധി എന്താണ് വളരെ പ്രധാനപ്പെട്ടതാണ്. ആരോട് എന്ത് എവിടെ എപ്പോ സംസാരിക്കണം എന്നൊക്കെ ഉള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലെ. അപ്പൊ അങ്ങനെ ഒരു വിവേക ബുദ്ധി ആർക്കുണ്ട്, നമ്മളുടെ ദയക്ക് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ രാജാവിന് അത് ഇഷ്ടപ്പെടില്ല അല്ലെ. കളിയിലെ തോൽവി കൈപ്പായി രാജാവിന്റെ മനസ്സിൽ എക്കാലത്തും, ഒരു യുദ്ധത്തിലെ തോൽവി അങ്ങ് മറന്നേക്കാം, പക്ഷെ ഒരു കൈപ്പായി എന്തുണ്ടാവും, കളിയിൽ തോറ്റു കഴിഞ്ഞാൽ അത് മനസ്സിലുണ്ടാവും എന്ന് തിരിച്ചറിഞ്ഞ ദയ എന്ത് ചെയ്യാണ്, വളരെ ബുദ്ധിപൂർവ്വം അല്ലെ ആ കളി രാജാവിനെ തോൽപ്പിക്കാതെ അത് സമനിലയിൽ അവസാനിപ്പിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ തിരക്കഥാഭാഗത്ത് കണ്ടത് അല്ലെ. അതേപോലെ സന്ദർഭത്തിന്റെ ഗൗരവം മനസ്സിലാക്കി പെരുമാറാനുള്ള ദയയുടെ കഴിവ് നമ്മൾ കാണുന്നു. അസ്ത്രപ്രയോഗം, വാൾപയറ്റ്, കുതിരസവാരി, ഇങ്ങനെ എല്ലാ രംഗത്തും
പൊതുവെ പുരുഷന്മാരാണ് ഈ രംഗത്തെല്ലാം വളരെ എന്താ പറയാ അവരുടെ സ്കിൽസ് ഒക്കെ കാണിക്കുന്നതെങ്കിൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തയായിട്ട് ധയ എന്ന് പറയുന്ന പെൺകുട്ടി എന്ത് ചെയ്യണോ ഈ രംഗത്തൊക്കെ അല്ലെ, അസ്ത്രമാണെങ്കിൽ അസ്ത്രം, വാൾപ്പയറ്റാണെങ്കിൽ വാൾപ്പയറ്റ്, കുതിരസവാരി ആണെങ്കിൽ കുതിരസവാരി, ആ രംഗത്തൊക്കെ വളരെ അടിപൊളിയായിട്ട് എന്ത് ചെയ്യുന്നു ധയ പെരുമാറുന്നത് നമ്മൾ കാണാറ്. പിന്നെ നമ്മൾ വായിച്ചു എന്താണ്, വളരെ ബുദ്ധിശാലിയാണ് ആര്, ധയ അല്ലെ, അറിവിന്റെ കാര്യത്തിൽ. അതുകൊണ്ടാണ് മന്ത്രിപദം വരെ എത്താൻ ആർക്ക് സാധിക്കുന്നത്, ധയക്ക് സാധിക്കുന്നത്. രാജാക്കന്മാരെ പോലും ഗുരുക്കളെ പോലും എന്ത് ചെയ്യുന്നു ചോദ്യങ്ങളാൽ അല്ലെ അവിടെ ബുദ്ധിമുട്ടിക്കുന്ന സമയങ്ങളിൽ പല ചോദ്യങ്ങളും അല്ലെ ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങൾക്കും ഉത്തരമാവുന്ന കൂടെ ഉണ്ടാര് ധയ എന്ന് പറയാം. അതായത് നമ്മള് തുടക്കത്തിൽ ടീച്ചർ കഥയൊക്കെ മുൻപ് പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ധയയുടെ അല്ലെ. പലരും സിനിമയൊക്കെ കണ്ടിട്ടുണ്ടാവും. ഓണം വെക്കേഷൻ ധയൊക്കെ കാണണമെന്ന് ഞാൻ ഏൽപ്പിച്ചിരുന്നു നിങ്ങളെ. സിനിമ കാണണമെന്നൊക്കെ പറഞ്ഞിരുന്നു. കണ്ടിരുന്നോ നിങ്ങള്? ഓക്കെ. അപ്പൊ ഇനിയും കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ക്രിസ്മസ് എക്സാമിന്റെ അല്ലെ ഈ ഒരു വെക്കേഷൻ ടൈമിൽ, എക്സാം കഴിഞ്ഞിട്ട് വെക്കേഷൻ ടൈമിൽ എന്ത് ചെയ്യുക നിങ്ങൾ കാണുക. കാരണം നമുക്ക് ഇനിയും പരീക്ഷ വരാണ്ടല്ലോ, ആനുവൽ എക്സാം ആകുമ്പോഴത്തേക്കെങ്കിലും എന്ത് ചെയ്യുക അതൊന്ന് കാണുക കേട്ടോ. നിങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണല്ലോ അത്തരം സിനിമകളൊക്കെ നമ്മളുടെ പാഠപുസ്തകത്തിന്റെ ഭാഗമാക്കുന്നത് അല്ലെ. അപ്പൊ സിനിമയും ഒരു പഠന മാധ്യമമാണ്. നമ്മളിനി മുൻ ക്ലാസ്സുകളിലേക്കൊക്കെ പോകുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, ഇപ്പൊ ഹയർ സെക്കൻഡറിയിലോ പ്ലസ് വണ്ണിലോ നിങ്ങൾക്ക് സിനിമാ നിരൂപണം തന്നെ പഠിക്കാനുണ്ട്, സിനിമയെ കുറിച്ച് പഠിക്കാനുണ്ട്. ഓക്കെ, സിനിമകൾ തന്നെ പഠിക്കുന്നുണ്ട്. അപ്പോൾ സിനിമയൊക്കെ നമ്മുടെ പഠന വിഷയമാണ് പുതിയ കാലത്ത് അല്ലെ. എത്രയോ ആളുകൾക്ക് ജോലി കൊടുക്കുന്ന ഒരു മേഖലയാണ്. അപ്പോൾ എന്താണെങ്കിലും ആ സിനിമയൊന്നും മക്കൾ കാണുക. അപ്പൊ അതുകൊണ്ടാണ് അല്ലെ, വളരെ ബുദ്ധിമതിയായതുകൊണ്ടാണ് മൻസൂറിനെ പല സിറ്റുവേഷനിലും എന്ത് ചെയ്യുന്നു രക്ഷിക്കുന്നത്. എന്തുകൊണ്ടാണ്? അത്രയും ബുദ്ധിമതിയായതുകൊണ്ടാണ്. അപ്പൊ യജമാന്റെ അല്ലെ മൻസൂറിനെ അടിമയാക്കാൻ അല്ലെ, സ്വയം അടിമയാക്കാൻ പോലും എന്ത് ചെയ്യുന്നു ദയ തയ്യാറാവുന്നതിലൂടെ, സ്വയം അടിമയായി തന്റെ യജമാനന്റെ അവസ്ഥ മാറാൻ വേണ്ടി എന്ത് ചെയ്യുന്നു അത്രയും ആത്മാർത്ഥമായിട്ട് എന്താണ് സ്നേഹത്തിന്റെയും നന്മയുടെ ഒക്കെ പ്രതീകമായി കൂടെ അല്ലെ ദയ മാറുന്നത് നമ്മൾ കാണുകയാണ്. ലക്ഷ്യം നേടിയെടുക്കാൻ ആൺവേഷം കിട്ടുന്നു. അതിനും ഒരു എന്താ പറയുക ഗട്സ് വേണം എന്നുള്ളതാണ്. ഏത് പ്രതികൂല സാഹചര്യത്തെയും മനസാന്നിധ്യത്തോടെ നേരിടാനുള്ള ചങ്കുറപ്പ്. പിന്നെ കുതിരയെ മെരുക്കുന്നത് അല്ലെ, വളരെ സൈക്കോളജിക്കലായിട്ട് ആ കുതിരയുടെ ഒരു ഭാവം അല്ലെ ഒക്കെ മനസ്സിലായി തന്നെ തോൽപ്പിക്കുവോ എന്നൊക്കെയുള്ളതാണ് കുതിര വിചാരിക്കുന്നതെന്ന് കരുതി എന്ത് ചെയ്യാണ്, നിന്നെ തോൽപ്പിക്കാനൊന്നും വന്നല്ല കേട്ടോ അല്ലെ, എനിക്ക് എന്റെ അവസ്ഥ ഇതാണ് കേട്ടോ, ഇനി ഒന്നും വിചാരിക്കില്ലേ, എന്നെ ഒന്ന് അല്ലെ രക്ഷപ്പെടുത്തു എന്നൊക്കെ പറഞ്ഞ് വളരെ സമാശ്വസിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്, സമാശ്വസിപ്പിച്ചുകൊണ്ട് കുതിരയെ ഇങ്ങനെ പറഞ്ഞ് മെരുക്കി ആണ് എന്ത് ചെയ്യുന്നത് കുതിരപ്പുറത്താര് കയറുന്നത്, ധയ കയറുന്നത് അല്ലെ. അപ്പൊ ഇങ്ങനെ ഏത് സാഹചര്യത്തെയും മനസ്സിലാക്കാനും അല്ലെ ഏത് സാഹചര്യത്തിലും വളരെ അറിവും അതേപോലെ എന്താണ് ശക്തിയും കരുത്തും ഒക്കെ കാണിക്കുന്ന വളരെ ധീരയായിട്ടുള്ള ബുദ്ധിശാലിയായിട്ടുള്ള ഒരു പെൺകുട്ടിയായിരുന്നു ആര്, ധയ എന്ന് പറയുന്ന പെൺകുട്ടി. അപ്പോൾ 7 മാർക്കിന്റെ ചോദ്യം ചോദിക്കുന്ന സമയത്ത്, കഥാപാത്ര നിരൂപണം ചോദിക്കുന്ന സമയത്ത് ഈ പോയിന്റുകളൊക്കെ എന്ത് ചെയ്യണം വിശദീകരിച്ച് നേരത്തെ കഥാപാത്ര നിരൂപണത്തിൽ എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ ആഡ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം മക്കളെ എഴുതണം. ഓക്കെ, അപ്പൊ ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഏതെങ്കിലും പാഠഭാഗം അല്ലെങ്കിൽ സംശയങ്ങളൊക്കെ മക്കൾക്ക് ഉണ്ടെങ്കിൽ, ഏതെങ്കിലുമൊക്കെ ചാപ്റ്റർ ഇതുപോലെ ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ ഈ വീഡിയോയുടെ താഴെ മക്കൾ കമന്റ് ചെയ്യുക. ടീച്ചർ അത് നോക്കിയിട്ട് എന്ത് ചെയ്യും അടുത്തൊരു വീഡിയോയിൽ പെട്ടെന്ന് തന്നെ കേട്ടോ അത് ക്ലിയർ ആക്കി തരുന്നതായിരിക്കും. ഓക്കെ, ഇനി അതല്ല എങ്കിൽ നമ്മളുടെ ലൈവുകളൊക്കെ വരുന്നുണ്ട്. 22-ം തീയതി രാത്രി വൈകുന്നേരം നമുക്ക് ലൈവ് ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യും ടീച്ചർ ഈ കമന്റുകളൊക്കെ നോക്കിയിട്ടാണ് സ്ലൈഡൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഡൗട്ടൊക്കെ അല്ലെ അല്ലെങ്കിൽ അതൊക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കും എന്ത് ചെയ്യുക അതൊക്കെ ക്ലാസ് എടുക്കുക. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായമൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക കമന്റിലിടുക. ഓക്കെ, അപ്പോൾ ബൈ ബൈ, നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.